അലഗാഡ എന്ന് പറയുന്ന ടൗണിലേക്ക് പോകുമ്പോൾ കിട്ടിയൊരു ടൗണാണ്, ചെറു ടൗണ്. ഏകദേശം വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഇവിടെ തന്നെ പാർക്കിംഗ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ടൗണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കട റൂമുകളെല്ലാം ഉണ്ടെങ്കിൽ കൂടി റോട്ടിലേക്കാണ് എല്ലാവരും കച്ചവടം ഇറക്കിയിട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സമീപനം അല്ലെങ്കിൽ ഈ ഒരു കൾച്ചർ ഇവിടെ രൂപാന്തരപ്പെട്ടതെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ബിൽഡിങ്ങുകളെല്ലാം തന്നെ ബോക്സ് ടൈപ്പിലുള്ള ബിൽഡിങ്ങുകളാണ്. എല്ലാ കടക്കും മുന്നിലേക്കും കണ്ട് ഇറക്കിയിട്ടുള്ള കച്ചവട രീതികളാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു ചെറുകിട സൈഡിലേക്കെല്ലാം നോക്കിയപ്പോൾ ഫാമിലികളൊക്കെയാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത്. അതായത് ഫുഡിൻ്റെ കച്ചവടമാണ്. ചപ്പാത്തി, അതിലേക്കുള്ള കറികൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ അവർ മാവെല്ലാം കുഴച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്, കറികളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം കുറേശ്ശെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അതിങ്ങനെ സെയിൽ ചെയ്യുന്ന രീതി. അപ്പോൾ നഷ്ടങ്ങളൊന്നും വരില്ല. വളരെ രസകരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ ഒരു ടൗണിൽ നിന്ന് ഇങ്ങനെ കണ്ടത്. അടുത്തടുത്ത് തന്നെ ആയിട്ടുള്ള ഈ കടകളെല്ലാം തന്നെ ഓരോ ഫാമിലിയാണ് കൈകാര്യം ചെയ്യുന്നുള്ളത്. ഞാൻ ഈ കടകളിലേക്കെല്ലാം ചെല്ലുമ്പോൾ കുറേശ്ശെ സാധനങ്ങളെല്ലാം മേടിച്ച്, രുചികരമായിട്ടുള്ള സാധനങ്ങളാണ്. നമുക്ക് ഇവിടുന്ന് കഴിക്കുന്നതിലും നല്ല രീതിയായിട്ട് തോന്നിയത് പാർസൽ മേടിച്ചിട്ട് വണ്ടിയിൽ നിന്ന് ഇരുന്നിട്ട് കഴിക്കുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലത്തെ ടൗണിൽ നിന്നെല്ലാം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ റേറ്റും കുറവായിരിക്കും, പിന്നെ നല്ല സാധനം കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നീട് നമുക്ക് റൂമിൽ നിന്നെല്ലാം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയുടെ ഈ ഒരു വൃത്തിയുടെ എല്ലാം പ്രശ്നങ്ങളെല്ലാം അവിടെ തീർന്നു കിട്ടും എന്നുള്ളതൊക്കെ എനിക്കിങ്ങനെ തോന്നിയതും എൻ്റെ യാത്രയിലുള്ളൊരു അനുഭവം കൂടിയാണ്. പിന്നീട് നമ്മളെ മാലിക നിർത്തിയിട്ടുള്ള ആ ഒരു ഏരിയയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒരുപാട് ചായക്കടകൾ, ഫുഡിൻ്റെ കടകളാണ് കൂടുതൽ ഏരിയയിലും കാണുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒക്കെ ഹൈലൈറ്റ്. ഇതെന്താണ് ഇങ്ങനെ രൂപാന്തരപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാനും സാധിച്ചില്ല. എല്ലാ ഏരിയയിലും ഫുഡുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കടയിലും അങ്ങനത്തെ സംഭവങ്ങളാണ് കിട്ടുക എന്നുള്ളത് ഇവിടുത്തെ ഒക്കെ ഒരു പ്രത്യേകതയാണെന്നുള്ളതാണ്.